മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ക്രമേണ അവിടെ പ്രൊഫസറായി, അവിടെ എക്സാമിനറായി. എല്ലാ ബാച്ചിലെയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് എനിക്ക് പഠിപ്പിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ്. ആ ടീച്ചർ എന്നുള്ള നിലക്ക് എനിക്ക് MBBS വിദ്യാർത്ഥികളെ മാത്രമല്ല MD വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവരുടെയൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിനർ ആവാനുള്ള ഒക്കെ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ പ്രക്രിയയായിട്ട് തുടരുകയാണ്. MES മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. അതായിട്ട് ഗസ്റ്റായിട്ട് ലെക്ചർ കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല പല ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ, ഇപ്പോൾ വേൾഡ് കോൺഗ്രസ് ഓഫ് ന്യൂറോളജി ഹവായിൽ വെച്ച് നടന്നു, വേൾഡ് കോൺഗ്രസ് ഓഫ് ന്യൂറോളജി സാൻഡിയാഗോയിൽ വെച്ച് നടന്നു. ഇതിലെല്ലാം ഞാൻ സജീവമായിട്ട് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ MES പ്രവർത്തനം കാരണം പലപ്പോഴും നാം വിചാരിച്ചത്ര ഒരു ലെവലിലോട്ട് അത് ഉയർത്താൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പേപ്പറുകളും മറ്റും പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ പുറകോട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേമാതിരി എൻ്റെ മറ്റൊരു മേഖല ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫ് മെഡിക്കൽ എന്ന സംഭവമാണ്. 1984 സൗദി ഗവൺമെൻറ് ആദ്യമായിട്ട് കുറേ ഡോക്ടർമാരെ നിശ്ചയിച്ചു. അന്ന് ഞാനൊരു MBBS മാത്രമുള്ള ഒരു പയ്യനായിരുന്നു, ഒരു 28 വയസ്സുള്ള പയ്യൻ. ആ സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ പറയാറുണ്ടല്ലോ NRIs ആയിട്ട് പോകുന്ന ആൾക്കാരെ, എക്സ്പാട്രിയേറ്റ് വർക്കേഴ്സിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള കേരളത്തിൽ അവർ 4 ഡോക്ടർമാരെ നിയമിച്ചു. അതുവരെയുള്ള ഒരാളായിരുന്നത്. പിന്നീട് 90കളായപ്പോഴത്തേനും അത് മറ്റുള്ള രാജ്യങ്ങൾ, കുവൈറ്റ്, മസ്കറ്റ്, ബഹ്റൈൻ അവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ GCC മൊത്തമായിട്ട് തന്നെയാണ് ഈ സെൻറ്ററുകളെ കണക്കാക്കുന്നത്. അതിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മളിവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഹെൽത്ത് പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും നല്ലൊരു അറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എയ്ഡ്സ് കെയർ. ഇപ്പം നമ്മളിപ്പോൾ കേട്ട ഈ ഫോർ എക്സാമ്പിൾ ബോംബെയിൽ ഒരു ഗിലാഡയുണ്ട്, ഡോക്ടർ ഗിലാഡ്. അദ്ദേഹമൊക്കെ പറഞ്ഞ കേട്ടാൽ ഭയങ്കരമായിട്ട് എയ്ഡ്സ് ഈ രാജ്യത്തുണ്ടെന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഞങ്ങൾ 10,000-കണക്കിന് ആൾക്കാരെ HIV ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 25 വർഷമായിട്ട്. 10,000-കണക്കിന് ആൾക്കാരെ എലൈസ അനുസരിച്ചിട്ടും. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് കീമോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും ഒരു ഗ്രേഡ് കൂടിയ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉദാഹരണം കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടിയത് ആകെ ഒരു എയ്ഡ്സ് കേസാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞാൻ 10,000 പേര് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ എയ്ഡ്സ് കെയർ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള സംഭവം ഈ മൾട്ടിനാഷണൽ ആയിട്ടുള്ള കമ്പനികൾ കാര്യമായിട്ട് സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയും HIV ടെസ്റ്റിംഗ് ആണല്ലോ. ഈ HIV ടെസ്റ്റിങ്ങിന് മെഷീനുകൾ വേണം, അതിന് റിയേജൻറ്റ് വേണം, റിയേജൻറ്റുകൾ കോസ്റ്റ്ലിയാണ്. അപ്പോൾ എല്ലാ ലാബുകളിലും എല്ലാ മെഡിക്കൽ ഏത് രാജ്യത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു വലിയൊരു ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഇപ്പോൾ നമ്മൾ ട്യൂബർക്ലോസിസോ അല്ലെങ്കിൽ മലേറിയോ അങ്ങനത്തെ ഉള്ള രോഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറഞ്ഞൊരു സംഭവമാണ്. ഇതെൻ്റെ പേഴ്സണൽ, കാരണം ഇത്രയധികം ആൾക്കാരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ കുറയും എൻ്റെ അഭിപ്രായത്തിൽ. ഇത്ര വർഷമായിട്ട് HIV ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും അണ്ടർ സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ചെയ്തു. അതുമാത്രമല്ല ഞങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും. കാരണം 20, 25, 30, 35 വയസ്സായിട്ട് ഗൾഫിലോട്ട് പോകുന്ന ഏബിൾ ബോഡീഡ് യങ് മെന്നാണ്. അപ്പോൾ അവരിൽ ഇത്ര കുറവാണ് HIV എന്നുള്ളതാണ് സംഭവം. അതുമാത്രമല്ല നമ്മൾ ആ സ്ക്രീനിങ് ടെസ്റ്റാണ്. ഈ പേഷ്യൻറ്റിനെല്ലാം വെസ്റ്റേൺ ബ്ലോട്ടിന് വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രത്തോളം വലുതാണ് ഈ എയ്ഡ്സ് കെയർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള സംശയങ്ങൾ. അതിലൊരു തമാശ ഞാൻ പറഞ്ഞുതരാം. ഒരു നേഴ്സിനെ ഇവിടെ HIV ടെസ്റ്റിങ്ങിന് വിട്ടു എൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് ടെസ്റ്റിങ്ങിന് വന്നു, എൻ്റെ മെഡിക്കലിന് പോകാൻ വേണ്ടി. അങ്ങനെ ആ നേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ HIV പോസിറ്റീവാണ്. അപ്പോൾ അവരുടെ അമ്മായിയപ്പനാണ് കൂടെ വന്നിരുന്നത്. അപ്പോൾ അയാളോട് വളരെ രഹസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് മകൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ നിങ്ങളിങ്ങനെ HIV. അയാളുടെ റെസ്പോൺസ് ഭയങ്കര രസമാണ്. അയാൾ പറഞ്ഞെന്നറിയാം, HIV ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ, ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നമാണോ എന്നാണ് അയാൾ എടുത്തു വയ്ക്കുന്നത് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ HIV ടെസ്റ്റിംഗ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നടത്തിയിട്ട് ഞങ്ങളുടെ ഒരു ഫൈൻഡിങ് ഇതാണ് അതിലെ ഒരു ഇത്. അതേമാതിരി തന്നെ ഞങ്ങളുടെ മറ്റൊരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫൈൻഡിങ്ങാണ്. ഈ നിത്താക്കത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായ ചർച്ചകൾ നടന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത് ഭയങ്കര ഫ്രോഡാണ്. അവർ ഫ്രീ വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു ഓപ്പൺ വിസ എടുത്തിട്ട് അവിടെ പോയിട്ട് ഒരു എംപ്ലോയറുടെ പേരിൽ എടുത്തതിന് ശേഷം മറ്റൊരു എംപ്ലോയറുടെ കൂടെ വർക്ക് ചെയ്യും. അവിടെ മാന്യമായ ശമ്പളത്തിൽ നിൽക്കുന്ന ആളെക്കാട്ടും കുറവ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഒരു റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ നിത്താക്കത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ട് ഇപ്പോൾ GCC കൺട്രീസ് ഡയറക്റ്റായിട്ട് മെഡിക്കലും പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ബൈ ഇൻ്റർനെറ്റ് വഴിയാണ് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇപ്പോൾ അവർ ഇതൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഒരു സംശയം വേണ്ട. ഈ നിത്താക്കത്ത് കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അവരെങ്ങനെ രക്ഷിക്കണം, അവരെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം തെറ്റായ മാർഗ്ഗത്തിലൂടെ അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റായിട്ട് തിരിച്ചു വരുന്നതിനെ പറ്റിയിട്ട് അവർ തിരിച്ചു വരാൻ പറ്റി നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ UAE നിത്താക്കത്ത് റൂൾസ് ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ നമ്മളിപ്പോൾ ഒരു സ്പോൺസറുടെ കീഴിൽ വർക്ക് ചെയ്തിട്ട് അവിടെ വിട്ടിട്ട് വേറെ സ്പോൺസറുടെ അടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 ലക്ഷം 12 ലക്ഷം രൂപ നമ്മൾ ഫൈനായിട്ട് കിടക്കുകയും നമ്മൾ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ഈ രാജ്യങ്ങളായിട്ട് ബന്ധവും അവരുടെ ആനുവൽ ഇൻസ്പെക്ഷൻ. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് വലിയൊരു ടീം ഡെലിഗേഷൻ GCC ടീം വന്നിരിക്കുകയാണ്. ഫ്രം സൗദി അറേബ്യ, കുവൈറ്റ്, മസ്കറ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവരിപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ എൻ്റെ ഒരു മെഡിക്കൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 10-30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണത്. പിന്നെ നാലാമത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റായിട്ട്, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി ഭരിക്കുന്നത്, 3 അവിടെ അക്കാഡമിക് അവിടെ ടീച്ചറായിട്ട്, 4 GCCയുടെ പാനലിസ്റ്റായിട്ട്, 5ാമത് UAE ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എനിക്ക് സ്പെഷ്യൽ സാങ്ഷൻ ആഫ്റ്റർ ഇൻ്റർവ്യൂവും അല്ല ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഐ ആം അലൗഡ് ടു പ്രാക്ടീസ് ഇൻ ദുബായ്. അപ്പോൾ ഞാൻ മാസത്തിൽ 3 ദിവസം ദുബായിൽ പോകുന്നുണ്ട്. അവിടെ ഇന്ത്യക്കാരുടേതും അല്ല അറബികളുടെ, ഈജിപ്ഷ്യൻസും ഇവരുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിനെ കാണുന്നുണ്ട്. അവരുടെ യൂഷ്വലി ഇത്രയും ഒരിക്കൽ വരുന്ന ഡോക്ടർ എന്നുള്ള ആൾക്ക് വളരെ സങ്കീർണമായിട്ടുള്ള കേസുകളാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. ആ കേസുകളിൽ ഇന്ത്യയിലോട്ട് വിടും. സർജറി ആവശ്യമുള്ള വേറെ രാജ്യങ്ങളിൽ പോകേണ്ടതാണ്, വേറെ രാജ്യങ്ങളിൽ പോകും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ ഇൻ്റർനാഷണൽ ക്ലയൻ്റല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ പാകിസ്ഥാനിലെ ലാഹോറിലെ എൻ്റെ ഒരു പേഷ്യൻ്റ് അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് അവർ വാട്സപ്പ് ത്രൂ അവരെൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടുണീഷ്യയിൽ നിന്ന്, സൊമാലിയയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഉള്ള അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്ലയൻ്റലെ കൂടെ ഡീൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതിൽ കൂടെ ഞാൻ സംതൃപ്തനാണ്. അല്ല നമ്മുടെയൊക്കെ ഇവിടെ മാത്രമല്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക്, ഒരു കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് എന്നുള്ള നിലക്ക്, ഒരു പ്രൊഫസർ, ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക്, GCCയുടെ കൺസൾട്ടൻ്റ് എന്നുള്ള നിലക്ക്, ഇതെല്ലാ നിലക്കും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ കേരള ഗവൺമെൻറ് തന്നെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഗവർണിംഗ് കൗൺസിൽ മെമ്പറാക്കി. ആദ്യമായിട്ട് കേരള കുഹാസ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോൾ ഡോക്ടർ മോഹൻദാസ് വൈസ് ചാൻസലറായി വന്നപ്പോൾ അതിൻ്റെ ഗവർണിംഗ് കൗൺസിലിൽ മെമ്പറായിരുന്നു. അതേമാതിരി തന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിലോട്ട് ഞാൻ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഞാൻ ബന്ധമായി. അപ്പോൾ മെഡിസിനിൻ്റെ കാര്യപ്പെട്ട എല്ലാ ബോഡീസും അല്ലെങ്കിൽ ഓൾ വിസ്റ്റാസ് ഓഫ് മെഡിസിൻ നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മുടേതായിട്ടുള്ള സേവനം നമുക്കവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ആ അനുഭവങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് കൂടിയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ന്യൂറോളജി. ഈ ന്യൂറോളജി ഞാൻ എടുക്കാനുള്ള കാരണം എൻ്റെ പിതാവ് ഒരു ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. കേരളത്തിലെ ആദ്യത്തെ ന്യൂറോളജിസ്റ്റുകളിൽ ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹം ലണ്ടനിൽ ഡോക്ടർ സിംസൺ, ഡോക്ടർ അസൽ ബ്രെയിൻ തുടങ്ങിയ വിദഗ്ധരുടെ കീഴിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയതാണ്. അതങ്ങനെയാണ് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ന്യൂറോളജിസ്റ്റ് ആവുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള ആൾക്ക് കൂടെ കൂട്ടാം. ഇപ്പോൾ എൻ്റെ ഒരു മകനുണ്ട്, അദ്ദേഹം MD കഴിഞ്ഞ് നിൽക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹം DM എടുത്ത് ന്യൂറോളജിസ്റ്റ് ആയിക്കൂടാവുന്നില്ല. ഏതായാലും എന്താണ് ന്യൂറോളജിയും മറ്റുള്ള സ്പെഷ്യാലിറ്റി ഉദാഹരണം കാർഡിയോളജി അല്ലെങ്കിൽ നെഫ്രോളജി അതിലൊക്കെ തമ്മിലുള്ള ഗാസ്ട്രോഎൻട്രോളജി എന്നുള്ളതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റ് കളയുന്ന സംഭവമാണ് കിഡ്നി. അപ്പോൾ കിഡ്നിക്ക് ബ്രെയിൻ ഇല്ലല്ലോ, ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതേമാതിരി തന്നെ ഒരു പമ്പാണ്, രക്തം പമ്പ് ചെയ്യുന്ന ഒരു പമ്പാണ് ഹാർട്ട്. അതിനപ്പുറത്തോട്ട് ഫങ്ഷനില്ല. അതേമാതിരി തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ഡൈജസ്റ്റ് ചെയ്തിട്ട് വേസ്റ്റ് പുറത്തോട്ട് വിടുന്ന ഒരു കുഴലാണ് നമ്മുടെ ഗാസ്ട്രോഎൻട്രോളജി എന്നുള്ളത്. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ന്യൂറോളജി ഒരാളുടെ ബ്രെയിനും വേറൊരാളുടെ ബ്രെയിനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഹാർട്ട് അങ്ങനെയല്ല, വ്യത്യാസം ഉണ്ടാവും. ഹാർട്ട് അങ്ങനെയല്ല. ഹാർട്ട് എല്ലാവരും ഒരേ മാതിരി തന്നെ ആയിരിക്കും, മറ്റെല്ലാവരും കിഡ്നി ഒരേ മാതിരി തരും. ഇത് ബ്രെയിൻ അങ്ങനെയല്ല. ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു സംഭവമാണ്. ഉദാഹരണമായിട്ട് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ബ്രെയിൻ എങ്ങനെ ഉണ്ടാവും, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ എങ്ങനെ ഉണ്ടാവും, സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ബ്രെയിൻ എങ്ങനെ ഉണ്ടാവും, പോട്ടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ ബ്രെയിൻ എങ്ങനെ ഉണ്ടാവും, അതെങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ബ്രെയിനിൽ ഏതെങ്കിലും ഒരു അംശത്തിലൊരു ചെറിയൊരു ചതവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലാതാവുന്നു. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതായത് ഒരു ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടുള്ളൊരു ഹെഡ് ഇഞ്ചുറി ഒരു വ്യക്തിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പഴയ വ്യക്തിയല്ല എന്ന് ആ വ്യക്തിയുടെ ഭാര്യ തീർച്ചയായിട്ടും പറയും. ആ വ്യക്തി പഴയ വ്യക്തിയല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ബ്രെയിൻ, ഇപ്പോൾ നമ്മൾ കിഡ്നിയുടെ ഒരു പോർഷൻ നഷ്ടപ്പെട്ടു പോയി, ഒന്നും സംഭവിക്കാനില്ല, ആ വ്യക്തി അതേമാതിരി തന്നെ ഉണ്ടാവും. നമ്മൾ ഡയാലിസിസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോവുക. ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ? ബ്രെയിനിൽ എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും? ഒരാളുടെ ബ്രെയിൻ എടുത്ത് വേറെ ആൾക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് തലച്ചോറിലാണ്.
അത് തലച്ചോറിൻ്റെ ഓരോരോ ഏരിയക്ക്, ഉദാഹരണം പോസ്റ്റീരിയർ ഓക്സിപിറ്റൽ ഏരിയയിൽ കാഴ്ച നിൽക്കുന്നു, നമ്മുടെ മ്യൂസിക് ഫോർ എക്സാമ്പിൾ ടെമ്പറൽ ലോബിലിരിക്കുന്നു, കാൽക്കുലേഷൻസ് വേറൊരു ലെവലിലിരിക്കുന്നു, വരക്കുന്നത് വേറൊരു ലെവലിലിരിക്കുന്നു. അതേമാതിരി തന്നെ ഇടംകൈ വലംകൈ ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായി, ബ്രെയിനിൻ്റെ ഏത് ബ്രെയിനാണ് കൂടുതൽ ഡോമിനൻ്റ് അതനുസരിച്ചിട്ടിരിക്കും. ഉദാഹരണമായിട്ട് ഇടതുവശം വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള എഴുത്തുമാരിയുള്ള കാര്യങ്ങളിൽ അവർ വളരെ ഡോമിനൻ്റ് ആയിരിക്കും, സ്പീച്ചിൽ അവർ ഭയങ്കര ഡോമിനൻ്റ് ആയിരിക്കും, വളരെ ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒറേറ്റേഴ്സൊക്കെ ആയിരിക്കും. അതേസമയം മറ്റേ വശം ഡോമിനൻ്റ് ആയിട്ടുള്ളവർ നല്ല പെയിൻറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല മ്യൂസീഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ പ്രയാസമാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ പല പുതിയ സ്കാനിങ്ങും പെറ്റ് സ്കാൻ അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കും ഇന്നതിലാണ് അവർ കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതിനെന്തെങ്കിലും ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല. നല്ലൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷാഘാതം, ഈ പക്ഷാഘാതമാണല്ലോ ഇപ്പോൾ ലോകത്ത് 3 കാര്യപ്പെട്ട രോഗങ്ങളാണ്, 3 ബിഗ് സീസ് എന്ന് പറയും, മനസ്സിലല്ലേ? അതായത് ഒന്ന് കാർഡിയോവാസ്കുലർ സ്ട്രോക്ക്, അതായത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, മറ്റേ സെറിബ്രോ വാസ്കുലർ, അതായത് ബ്രെയിനിലെ സ്ട്രോക്ക്, മൂന്നാമത്തെ ക്യാൻസർ. ഇതിലിപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം, ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പലതും വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം പല റേഡിയോ തെറപ്പിയും ക്യാൻസർ മറ്റുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പുറകോട്ടാണ്. പല രോഗങ്ങൾക്കും നമ്മൾക്കിപ്പോൾ പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എപ്പിലെപ്സിയെ സംബന്ധിച്ചിടത്തോളം 10-15 പുതിയ മരുന്നുകൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം 5-10 തരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ മെയിൻ പ്രശ്നം എന്താ കിടക്കണം, അതായത് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിയൊലിക്കുകയോ തലച്ചോറിലെ രക്തോട്ടം കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുള്ള സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ, ഈവൻ ദോ അവർ പറയുന്നുണ്ട് 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ത്രോംബോലൈസിസ് നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ബ്രെയിനിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. റിക്കവറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ആ റിക്കവറിയിൽ ഉദാഹരണം ഞാൻ ഒരാഴ്ച മുമ്പത്തെ ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞുതരാം. ആ സ്ട്രോക്ക് പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ ഭാര്യയും കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അവർ കരയണമെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇയാളെ പേര് എഴുതാൻ പറ്റുന്നില്ല, കൈക്ക് കുഴപ്പമൊന്നുമില്ല, പേര് എഴുതാൻ പറ്റുന്നില്ല, അതേമാതിരി ഇയാൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഇതെന്താണ് ചോദിച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ല, വേറെ ഒരു കുഴപ്പമില്ല, അയാൾ നടന്നു വന്നത്. അതെന്താ? അത് ബ്രെയിനിൻ്റെ സ്പീച്ച് സെൻറ്ററിലോട്ട് പറ്റിയിട്ടുള്ള സ്ട്രോക്ക് കൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രത്തോളം റിക്കവറി നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ വലിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ 10-25 കൊല്ലമായിട്ട് ഈ തരത്തിലുള്ള എല്ലാ മേഖലകളിലും മോഡേൺ മെഡിസിനിൽ വലിയ പുരോഗതി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സ്ട്രോക്ക് റിസർച്ചിൽ ഇപ്പോൾ എല്ലാവരും അതിനെ ബ്രെയിൻ അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് മുതൽ ബ്രെയിൻ അറ്റാക്കിൽ വ്യത്യാസം വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മളെല്ലാം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചില മെഷീൻ വഴിയും ചില ട്യൂബുകൾ വഴിയൊക്കെയുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാനുള്ള ശ്രമം, ഇൻ്റർവെൻഷണൽ ന്യൂറോളജി എന്ന് പറയുമ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോരോ നെർവും ഡിഫറൻറ്റ് ഫങ്ഷനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു വ്യക്തിയിൽ. അപ്പോൾ എത്രത്തോളം ഇതിലൊക്കെ റിക്കവറി ഉണ്ടാവും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് ഉറപ്പില്ല. ഏതായാലും ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ന്യൂറോളജി. ആ ഫീൽഡ് മാത്രമല്ല, അതിൻ്റെ എന്താ നമ്മൾ പറയുക, പഠിക്കാനുള്ളത് തന്നെ മറ്റുള്ള സബ്ജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുള്ളൂ. അതിൽ വന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിയെ ഞാൻ ഇങ്ങനെ വളരെ കൗതുകപൂർവ്വം ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ വന്നത് ദീർഘകാലമായ പോരാട്ടത്തിന് ശേഷമാണ്. കാരണം സാധാരണ പുത്രന്മാരൊക്കെ വരുന്നത് പിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം, KM മാണി ജീവിച്ചിരിക്കുമ്പോഴാണ് ജോസ് കെ മാണി വരുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ K മുരളീധരൻ വരുന്നത് K കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്താണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ കേസ് തികച്ചും വിഭിന്നമാണ്. കാരണം 1984 എൻ്റെ പിതാവ് മരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാലം ഞാൻ ഒന്നുമല്ലാതെ നിന്നിരുന്നു ഈ ഞങ്ങളുടെ സംഘടനയിൽ. 1989 ഞാൻ എൻ്റെ യൂത്ത് വിങ് അഖിലേന്ത്യാ പ്രസിഡന്റ്. അതൊരു നോമിനൽ പോസ്റ്റാണ്. കാരണം വെച്ചാൽ MES യൂത്ത് വിങ് അഖിലേന്ത്യാ സംഘടന എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു സംഘടനയല്ല, അതൊരു അഫിലിയേറ്റിംഗ് ബോഡി മാത്രമാണ്. 1991
ആണ് കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിട്ട് ഞാൻ വരുന്നത്. ഒരു ഇലക്ഷനിലൂടെ ഔദ്യോഗികമായിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഒരു മത്സരം നടക്കുകയും ഔദ്യോഗിക ഗ്രൂപ്പിനെ ഇലക്ഷനിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം 10 കൊല്ലത്തോളം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിന്നതിന് ശേഷം ആണ് ഐക്യകണ്ഠ എന്നെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. അത് 6 കൊല്ലം ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടർന്നു. പിന്നെ അതിനുശേഷം ആണ് MES പ്രസിഡൻ്റ് ആകുന്നത്. MES പ്രസിഡൻ്റ് ആയതും എളുപ്പത്തിലല്ല. എനിക്കെതിരായിട്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു, മത്സരം ഉണ്ടായിരുന്നു. ജസ്റ്റിസ് PK ശംസുദ്ദീൻ എനിക്കെതിരായിട്ട് മത്സരിച്ചു. അദ്ദേഹത്തെ അന്ന് എനിക്ക് 90% വോട്ട് ഞാൻ പോൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു വിക്ടറി, വലിയൊരു മാർജിനാണ് MES സംബന്ധിച്ചിടത്തോളം. അത് MESയുടെ കാര്യപ്പെട്ട ഒരു മത്സരം നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അതൊക്കെ വളരെ ഇതിലൂടെ വന്നു. പക്ഷേ എനിക്കൊരു വലിയൊരു ഭാഗ്യം സിദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കിയിരുന്നു കുറേ കാലം. കാരണം എയ്ഡഡ് സിസ്റ്റം മാത്രമല്ല കേരളത്തിലുള്ളൂ. അപ്പോൾ അന്ന് കുറേ മുമ്പ് പ്രത്യേകിച്ച് കൊടുത്ത സ്ഥാപനങ്ങൾ അധികം 64-നും 68-നും 69-നും ഇടയിൽ കൊടുത്താണ്. ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ് വന്നതിന് ശേഷം വലിയ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ സ്റ്റാഗ്നൻ്റ്. ഉദാഹരണമായിട്ട് MESന് 17 എയ്ഡഡ് കോളേജ്, SNDP വിഭാഗത്തിന് 14 കോളേജ്, NSSന് 20 കോളേജ്, ബാക്കി ക്രൈസ്തവ കോളേജുകൾ. ഇങ്ങനെ ഞങ്ങളൊരു സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ശ്രീ AK ആൻ്റണിയുടെ സ്വയാശ്രയ പ്രഖ്യാപനം വരുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്നുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയാശ്രയ പ്രഖ്യാപനം എന്ന് വെച്ചാൽ NOC ആർക്ക് വേണം വെച്ചാൽ NOC കൊടുക്കുക എന്ന് പറഞ്ഞുകൂടി നമുക്ക് പിന്നെ രാഷ്ട്രീയ വിധേയത്വത്തിൻ്റെ ആവശ്യമില്ലാതായി. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിലാണ് ഇത് വന്നത്. അതുകൊണ്ട് ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് 10-25 NOC വാങ്ങിച്ചു. ആ 10-25 NOC വാങ്ങിച്ചാൽ 23 കോളേജ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. ആ 23 കോളേജുകളിൽ 3-4 എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ഡെൻ്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ട് ആർക്കിടെക്ചർ കോളേജ്, പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതെല്ലാം പൂർത്തിയാക്കാൻ പറ്റി. അപ്പോൾ വമ്പിച്ചൊരു കുതിപ്പ് MESന് ഉണ്ടായി ഈ ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട്. ആ സമയത്ത് അതിൻ്റെ സാരഥിയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങനെയാണ് MESൻ്റെ ബഡ്ജറ്റ് തന്നെ ഞങ്ങൾ ഒരു മുൻപുണ്ടായിരുന്ന 10-40-50 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് ഇപ്പോൾ ഈ ഉള്ള 350 കോടി രൂപ ബഡ്ജറ്റിലോട്ട് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡൻ ജൂബിലി പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ MESൻ്റെ ഗോൾഡൻ ജൂബിലി അതനുസരിച്ചിട്ട് ഞങ്ങൾ MESൻ്റെ പുതിയ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിക്കറ്റിൽ കെട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ 250 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് വലിയൊരു പ്രോജക്റ്റ് MESൻ്റെ വരുന്നുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ വടക്കേ ഇന്ത്യയിൽ MESന് സ്ഥാപനങ്ങളുണ്ട്. മദ്രാസിൽ വലിയ സ്കൂളുണ്ട്. ആ സ്കൂളിൽ തന്നെ 10,000-2000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലെ ആദർശ വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി പരിതാപകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളവിടെ 24 പർഗാനാസിൽ ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ദേശാഭിമാനി സ്വതന്ത്ര സമര സേനാനികളിൽ ഒരുപാട് മറന്നുപോയിട്ടുള്ള പല ആൾക്കാരെ നമ്മൾ വീണ്ടും അവരുടെ ഓർമ്മകൾ പുതുക്കാനായിട്ട് MES ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് INA ഭടൻ, ഈ INA ഭടൻ വക്കം അബ്ദുൽ ഖാദറിൻ്റെ കഥ ഭയങ്കര രസകരമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നാണ്. മറ്റേയാൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആൾക്കാർക്ക് ഇത് തെറ്റിദ്ധരിക്കപ്പെടും. INA അബ്ദുൽ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ സിംഗപ്പൂരിൽ പോവുകയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ INAയിൽ ചേരുകയും സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിർദ്ദേശപ്രകാരം എന്തോ ചാരവൃത്തിക്കോ മറ്റോ ആർക്കും അറിഞ്ഞുകൂടാ ഒരു മുങ്ങിക്കപ്പലിൽ താനൂർ കടപ്പുറത്ത് വരികയും അവിടെ വെച്ചിട്ട് ബ്രിട്ടീഷുകാരെ പിടിയിലാവുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ ഷഹീദിനെ എല്ലാവരും മറന്നുപോയി. ഏതായാലും MES അദ്ദേഹത്തെ മറന്നിട്ടില്ല. ആ MES അദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയാനായിട്ട് തീരുമാനിക്കുകയും ആ സ്മാരകം ഇവിടെ നമ്മുടെ താനൂർ കടപ്പുറത്ത് ശ്രീ ഉമ്മൻചാണ്ടി വന്ന് തറക്കല്ലിടുകയും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറും ഒരു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് MES എന്ന്, ആതുർ ശുശ്രൂഷ രംഗത്ത് അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ സേവന രംഗത്ത്, സാമുദായിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രചരണത്തിനായിട്ട് അങ്ങനെ എല്ലാ രംഗങ്ങളിലും MES വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്, അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ആ കാലഘട്ടത്തിൽ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ മെച്ചം കിട്ടിയിട്ടുള്ളത്. ഇന്ന് മാത്രമല്ല മറ്റുള്ള സമുദായങ്ങളുടെ പ്രത്യേകിച്ച് മീഡിയകളുടെയൊക്കെ വലിയ സപ്പോർട്ടോട് കൂടിയിട്ട് SNDPക്കും NSSനും ഒക്കെ KCBCക്കും ഒക്കെ തതുല്യമായിട്ടുള്ളൊരു ശക്തിയായിട്ട് മാറാനായിട്ട് ഇപ്പം MESന് പറ്റിയിട്ടുണ്ട്. അത് അതിൽ പ്രവർത്തകരുടെ എണ്ണമായാലും അധ്യാപക വിദ്യാർത്ഥികളുടെ എണ്ണമായാലും പ്രവർത്തനത്തിൻ്റെ ശക്തിയായാലും ഇതെല്ലാം നാം നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ശക്തിയായിട്ട് MES വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാരഥിയായിട്ട് ഞാൻ തുടരുകയാണ്.
MESൻ്റെ ഭരണഘടന ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ആർക്കും പെട്ടെന്ന് ഇടിച്ചു കയറി വരാവുന്ന ഒരു സംഘടനയല്ല അത്. ഈ സംഘടനയിൽ 3 കൊല്ലം താലൂക്കിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജില്ലയിൽ വരാൻ പറ്റുള്ളൂ. ജില്ലയിൽ 3 കൊല്ലം വർക്ക് ചെയ്താൽ മാത്രമേ സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ പാടുള്ളൂ. 3 കൊല്ലം സംസ്ഥാന കമ്മിറ്റിയിൽ വന്നാൽ മാത്രമേ ഇതിലൊരു ഓഫീസ് ബെയറായിട്ട് മത്സരിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഘടന. അപ്പോൾ ഒരു തികഞ്ഞ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ആ സംഘടനയുടെ ഉയർച്ച അതിലെ ഭാഗവാക്കാവാൻ ഞാൻ കാരണം ഉണ്ടായെന്ന് ഞാൻ പറയില്ല. ഭാഗവാക്കാവാൻ ഒരുപാട് ചെറുപ്പക്കാർ അതേമാതിരി തന്നെ MESൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ലബ്ബ സാഹിബ് എന്ന് പറഞ്ഞാൽ AICT മെമ്പറും TKM എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്ന വ്യക്തിയാണ്. അതിലെ സെക്രട്ടറിമാർ ഡോക്ടർ അബൂബക്കർ, ഡോക്ടർ മുജീബൊക്കെ ഡോക്ടർമാരാണ്. അപ്പോൾ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ട് എന്നുള്ളത് കൂടിയാണ്. അതുമാത്രമല്ല അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ അസറ്റ്സും അതിൻ്റെ ഭരണവും സെൻട്രലൈസ്ഡ് ആണെങ്കിലും ഡേ ടു ഡേ പ്രവർത്തനം, ഉദാഹരണം ഒരു കോളേജ്, ലോക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ആ ലോക്കൽ കോളേജിന് ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ട്. ആ മാനേജിങ് കമ്മിറ്റിക്കാണ് കംപ്ലീറ്റ് അധികാരം. ഇത് അപ്പോയിൻമെൻറ്റിൻ്റെ അധികാരവും വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ്റെ അധികാരവും എല്ലാം ലോക്കൽ മാനേജിങ് കമ്മിറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടന ദൈനംദിനം അതിൻ്റെ പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ അക്സെപ്റ്റബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിലുള്ള വീഴ്ചകളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിന് മുന്നിൽ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ള സമുദായങ്ങളെ SNDPയുടെ ഒക്കെ ഞങ്ങൾ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരുടെ ഒക്കെ ഉള്ള പ്രാതിനിധ്യം വളരെ കുറവാണ് അധ്യാപകരുടെയൊക്കെ കാര്യത്തിൽ. പക്ഷേ MESനെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം 35 തൊട്ട് 40% വരെ എങ്കിലും അധ്യാപകരും അനധ്യാപകരെ പോസ്റ്റിലുള്ളവരും മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് MES അതിൻ്റെ സെക്കുലറായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ്.